ഇതെന്താ ഇങ്ങനെ? ഹായ് ഗായ്സ്, എനിക്ക് ഭയങ്കര കൈവേദന. ഇതിലൊന്നും ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ദേവൂസ് മമ്മാസ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കുറേ ദിവസമായി എടുത്തിട്ട് വെച്ചിട്ട് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള മടിയല്ല, സമയം കിട്ടിയില്ല എനിക്ക്. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദേവൂസ് മമ്മ എന്നുള്ളതിൽ ദേവുവിൻ്റെ ബർത്ത്ഡേ ആണ്. അതായത് 4th ബർത്ത്ഡേ ആണ് അവളുടെ. അപ്പം എനിക്ക് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും എൻ്റെ ബർത്ത്ഡേ ആണ് എനിക്ക് എന്നും ഓർമ്മ വരുന്നത്. കാരണം എൻ്റെ എല്ലാ ബർത്ത്ഡേയും കേക്ക് മുറിച്ച് ആഘോഷിക്കുമായിരുന്നു. സ്കൂളിൽ സ്വീറ്റ്സ് കൊടുക്കുമായിരുന്നു. ആ ബർത്ത്ഡേ ദിവസം നമ്മളൊരു പ്രിൻസസ്സാണ്. അപ്പം എനിക്ക് ഓർമ്മ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ കേക്ക് മേടിക്കുക. അപ്പം ഞങ്ങളുടെ വീട് ഗ്രാമാന്തരീക്ഷത്തിലായിരുന്നത് കൊണ്ട് ടൗണിലാണല്ലോ കേക്ക് കിട്ടുന്നത്. അപ്പം അന്നത്തെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ, നല്ല ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് മുകളിൽ വെച്ചിട്ടുള്ള കേക്ക്, സാധാ കേക്ക്. അപ്പം അത് മേടിച്ചുകൊണ്ട് വരും, തലേന്ന് തന്നെ മേടിച്ചുകൊണ്ട് വരും. എന്നിട്ട് അപ്പം എവിടെ വെച്ചാലും ചിലപ്പോൾ ഉറുമ്പ് കയറും. അതുകൊണ്ട് അപ്പം മച്ചൊക്കെയുള്ള വീടായിരുന്നു. അപ്പം മച്ചിൻ്റെ മേളിൽ ഇങ്ങനെ എനിക്കിന്ന് ഓർമ്മയുണ്ട്, നമ്മൾ ഈ വാഴക്കൊലയൊക്കെ കെട്ടി തൂക്കിയിടുകയല്ലേ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഞാൻ കിടക്കണേൻ്റെ തൊട്ട് മേളിൽ അതിങ്ങനെ കെട്ടി തൂക്കിയിടും. അതേ ഞാൻ സമ്മതിക്കുകയുള്ളൂ. വേറെ എവിടെയെങ്കിലും വെച്ചാൽ വല്ലവരും രാത്രി വന്ന് കട്ടുകൊണ്ട് പോയാലോ. അതുകൊണ്ട് അവിടെ തന്നെ ആ വാശി പിടിച്ച് കെട്ടി തൂക്കിയിടും. എന്നിട്ട് അതും കണ്ടുകൊണ്ട് സ്വപ്നം കണ്ട് കിടന്ന് ഉറങ്ങും അടുത്ത ദിവസത്തേക്ക് വേണ്ടി. അപ്പം അതെൻ്റെ ചെറുപ്പത്തിലെ ഓരോർമ്മ. അതുപോലെ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പം എക്സൈറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മക്കൾ ഇപ്പോഴും. അവരുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കും. സോ അതിങ്ങനെ കളർഫുള്ളാക്കാൻ എനിക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞാൻ അപ്പം എൻ്റെ കൊച്ചിന് സ്ട്രോബെറി തീം വേണമെന്ന് എപ്പോഴും അവൾ പറയുമായിരുന്നു. ആയിക്കോട്ടെ, പിള്ളേരുടെ ഇഷ്ടമല്ലേ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പം ഞാനായിട്ട് സ്ട്രോബെറി വരച്ചു, ഫോം ബോർഡ് മേടിച്ച് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തു. ഭയങ്കര ലോ ബഡ്ജറ്റാണ്. എനിക്ക് ഇതെല്ലാം കൂടെ ചെയ്തതിന് ബിലോ 1000, ഒരു 800-700 റുപ്പീസേ ആയിട്ടുള്ളൂ ഈ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തപ്പം. കാരണം കുറേ എൻ്റെ ഹാൻഡ് വർക്കായിരുന്നല്ലോ. ഫോം ബോർഡ് മേടിച്ച്, അതുപോലെ തന്നെ ഈ ഫോം ബോർഡ് ഞാനായിട്ട് ഒരു ഫോം ബോർഡ് മേടിച്ച് അതിൽ പെയിൻറ്റ് ചെയ്ത്, അത് നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ബലൂൺസൊക്കെ വീർപ്പിച്ച്, ഇതൊക്കെ ഒരു 3-4 ദിവസം കൊണ്ട് നടന്ന പരിപാടികളാണ്. എന്നിട്ട് അതുപോലെ തന്നെ പിന്നെന്നാ സ്ട്രോബെറി ചാർട്ട് പേപ്പർ മേടിച്ച് കളർ ചെയ്ത് സ്ട്രോബെറി തീമൊക്കെ ആക്കി. പിന്നെ എനിക്ക് ബലൂണൊന്നും ഫിക്സ് ചെയ്യാൻ വലിയ ഐഡിയ ഒന്നുമില്ല. ഇപ്പം തന്നെ ആ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ബലൂൺ പൊട്ടിപ്പോവും. പൊട്ടിപ്പോയിട്ട് ഒച്ച കേട്ട് ഞങ്ങൾ വന്ന് നോക്കി, എത്ര എണ്ണം പൊട്ടി, ഏതൊക്കെ പൊട്ടി എന്നൊക്കെ നോക്കി. ഈ ബലൂൺ എനിക്ക് ഫിക്സ് ചെയ്യാൻ പണ്ടേ അറിയത്തില്ല, ഇപ്പോഴും അറിയത്തില്ല. കണ്ടോ, ആ ബലൂൺ പൊട്ടിപ്പോയി. അങ്ങനെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി മടുക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അന്നേരമാണെങ്കിൽ തലേന്ന് ഞാനൊന്ന് വീണിട്ട് അവിടെ ഇവിടെയും പരിക്ക് പറ്റിയൊക്കെ ഇരിക്കുക. അങ്ങനെ മൊത്തത്തിൽ മടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ചെയ്ത് തുടങ്ങിയല്ലോ, കൊച്ചിന് വാക്കും കൊടുത്തു, സ്ട്രോബെറിയിൽ ഞാൻ ചെയ്ത് തന്നിരിക്കുമിടാ എന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ രാവിലെ തുടങ്ങിയതാണ്. എൻ്റെ ഇളയ പുത്രൻ എണീറ്റ് വന്നു. അവൻ ഇത് കണ്ടതും എന്തോ ഉത്സവ മാമാങ്കമായിരുന്നു. അവനിങ്ങനത്തെ ഒരു പതിവ് വീട്ടിൽ കണ്ടിട്ടേ ഇല്ലല്ലോ. കൊച്ച് കുറേ നേരം അതും പെറുക്കിക്കൊണ്ട് നടന്നു. അങ്ങനെ എന്തൊക്കെയോ കാണിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്നും പെറുക്കിയെടുത്ത് വെച്ചു. ഇതെൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കൊച്ചാണ്. ഇവൾക്ക് കുറേ ഐഡിയാസൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇവളെ ഞാൻ കൂട്ടുപിടിച്ചു. അവളെന്തൊക്കെയോ ചെയ്തു. പിന്നീട് കുറേ വീഡിയോസ് അവളായിരുന്നു എടുത്ത് തന്നിരുന്നത്. പിന്നെ എൻ്റെ പുത്രിക്ക് അവളെന്ന് വെച്ച ജീവനാണ്. അവൾ പറയണ എല്ലാം കേട്ടോളും, ഞാൻ പറയണത് മൈൻഡാക്കിയല്ല. അതുകൊണ്ട് പിന്നെ ആയിക്കോട്ടെ, അവളുടെ കൂടെ കുറച്ച് നേരം നടക്കട്ടെ എന്ന് ഓർത്ത് ഞാനും ഇങ്ങനെ ഇരുന്നു. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം എൻ്റെ വീട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും, നിനക്ക് പ്രാന്താണോ, വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കുമായിരുന്നു. പ്രാന്തായതുകൊണ്ടൊന്നുമല്ല, ഓരോ ഇഷ്ടങ്ങൾ. നമുക്കിപ്പോഴൊക്കെ അല്ലേ, ഇപ്പം ഈ പിള്ളേർക്കൊക്കെ ചിലപ്പം ഒന്നാമത് ജെൻസിയാണ്, അവർക്ക് ഇച്ചിരി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ വൈബൊക്കെ വരും. ആ വൈബൊക്കെ വരണതിന് മുന്നേ നമ്മുടേതായ ഇഷ്ടങ്ങളും അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ഈ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാനാണ് എനിക്കിഷ്ടം. അപ്പം ഞാൻ പറയുക, എൻ്റെ അത് ഫോട്ടോഷൂട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവളുടെ ഫോട്ടോഷൂട്ട് വീഡിയോസിന് പോയപ്പം എനിക്ക് ഓൾറെഡി ഒരു ഷോൾഡർ പെയിനുള്ളത്. അപ്പോൾ അത് കൂടി. അങ്ങനെ ആ പെയിനൊക്കെ വെച്ച് 2 പെയിൻ കില്ലറിനകത്തൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഏറ്റുപോയല്ലോ കൊച്ചിനോട്, ഞാനിത് ചെയ്യും മാനേന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു തീവ്രതയിൽ ഞാൻ അങ്ങോട്ട് ചെയ്തു.
പക്ഷെ ഞാൻ ഈ മേടിച്ച ബലൂൺസൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോവുമായിരുന്നു. ഇത് ആ ഷോപ്പിൽ ഞാൻ ഓൺലൈനൊന്നുമല്ല മേടിച്ചത്. നാട്ടിലുള്ള ഒരു ഷോപ്പിൽ തന്നെ പോയി മേടിച്ചതാ. അപ്പം അവരെന്നെ പറ്റിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എന്താ ഫുൾ ഇതുപോലെ പൊട്ടി 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 പോവുമായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴത്തേന് ഈ വൈറ്റും ആ മറ്റേ പിങ്കൊന്നും ഇല്ല. പൊട്ടി 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 തീരുവാ ചെയ്തത്. ഇന്നത്തെ കാലത്ത് ഈ മനുഷ്യർ പറ്റിക്കാതെ വല്ലതും ചെയ്യുമോ? എനിക്കറിയത്തില്ല. ഇങ്ങനെ എല്ലാവരും ഇപ്പം കുറച്ച് നാൾ പുറത്ത് നിൽക്കുമ്പോൾ തോന്നും, പുറത്ത് അവരങ്ങനെ അധികം പറ്റിക്കുന്നൊന്നുമില്ല. കുറേയും കൂടെ ജെന്യുവിനാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ നമ്മൾ എന്ത് സിസ്റ്റം ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വളരെ ചുരുക്കം, ഒരു 100-ൽ ഒരു 10% ആൾക്കാരേ ഉള്ളൂ ഓക്കെ കുറച്ച് ജെന്യുവിനായിട്ട്. ബാക്കി ഈ 90% ആൾക്കാരും നമ്മളെ അങ്ങോട്ട് പറ്റിക്കും. അവർക്ക് എങ്ങനെ ഇങ്ങനെ പറ്റിക്കാൻ സാധിക്കണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ഇവരുടെ ഷോപ്പിൽ നിന്ന് തന്നെ കുറേ സാധനങ്ങൾ മേടിച്ചു. അതിനകത്ത് നല്ല വലിയൊരു ഫോറിൻ്റെ ബലൂണ്. അത് ഞാൻ എന്താ അത് 100 സംതിങ് രൂപയാണ് അതിന്. അപ്പം ആ ഒരെണ്ണം തന്നെ നമ്മളത് വീർപ്പിച്ചപ്പോഴത്തേനും പൊട്ടിപ്പോയി. അപ്പം പിന്നെ ഇതിപ്പോൾ അവരോട് ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും ഞാൻ അവരോട് പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ സംഭവിച്ചു. അപ്പം ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇത്ര ഓൾഡ് സ്റ്റോക്കേജ് ആണെങ്കിൽ പിന്നെ അവർക്കിത് വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. മേടിക്കുന്നവരുടെ ഇനി ആ കടയിൽ പോവുകയില്ല എന്ന് ഞാൻ വെക്കും. പക്ഷേ എന്നാൽ പോലും നമ്മളൊരു പ്രതീക്ഷയോടുകൂടി ഇങ്ങനെ എല്ലാവരും പറയും, ഓൺലൈനിൽ മേടിച്ചിട്ട് നാട്ടിലുള്ള ആൾക്കാരെ നിങ്ങൾ മൈൻഡ് ആക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നാട്ടിലുള്ളിടത്ത് നിന്ന് നമ്മൾ മേടിക്കും. പക്ഷെ നാട്ടിലുള്ളവരെല്ലാം നമ്മളിങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളും നമ്മൾ മനുഷ്യർ പറ്റിക്കുകയാണ്. അപ്പം നമ്മൾ ആരെ വിശ്വസിക്കും? എനിക്കറിയില്ല. ഞാൻ പലരുടെയും പ്രവണത കാണുന്നുണ്ട്. എല്ലാത്തിനും ഇങ്ങനെ പറ്റിക്കുക. അയ്യോ! അതുകൊണ്ട് ഭയങ്കര കെയർഫുള്ളായിട്ടാണ് ഞാനിപ്പോൾ പലരുടെ അടുത്ത് നിൽക്കുന്നത്. ഓക്കെ നിങ്ങളെന്നെ പറ്റിക്കുമെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാ. ഇങ്ങനെ ബലൂൺ അപ്പം ഞാൻ ഒറ്റയ്ക്ക് മേടിച്ചതുകൊണ്ട് പിന്നെ എൻ്റെ അപ്പൻ എന്നോട് പറയുമായിരുന്നു, നീ ഇത് എവിടുന്നാടി മേടിച്ചതെന്നൊക്കെ. പക്ഷേ ഞാനെന്ത് ചെയ്യും? നമ്മളവരെ വിശ്വസിച്ച് മേടിച്ചിട്ട് ഇങ്ങനെ എൻ്റെ ഐഡിയാസൊക്കെ ഫ്ലോപ്പാക്കി കളയാൻ വേണ്ടി നടക്കുന്നവരാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. പിന്നെ അന്ന് മഴയുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് പിന്നെ പോയി മേടിക്കാനൊന്നും ഞാൻ മെനക്കെട്ടില്ല. അങ്ങനെ അങ്ങനെ ഒരു അതുകൊണ്ട് ഞാൻ പറയുകയാണ് എല്ലാവരോടും, ഇങ്ങനെ മനുഷ്യരെ പറ്റിച്ച് ജീവിക്കാൻ നിൽക്കാതെ മര്യാദയ്ക്ക് ജീവിക്കുക. എന്തിനാ ജെന്യുവിൻ ആയാൽ എന്താണ് പ്രശ്നം എന്ന് എനിക്കറിയില്ല. ബട്ട് നമ്മുടെ നാട്ടിൽ ജെന്യുവിൻ ആകാൻ ഭയങ്കര പാടാണ്. ഈ ജെന്യുവിൻ ആകുന്നവരുടെ തലയിലാണ് എല്ലാ കുറ്റവും വന്ന് ചേരുന്നതെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. 32 വർഷം എടുത്തത് മനസ്സിലാക്കാൻ. ബട്ട് എന്നാലും ഞാൻ ആൾക്കാരെ വിലയിരുത്തും ആയിരുന്നു. സംഹൗ എനിക്ക് ഓക്കെ കുറച്ച് മിണ്ടുമ്പോൾ ഇവരിതാണ് എന്നെനിക്ക് മനസ്സിലാവാറുണ്ട്. അത് ഒരു 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 99% ശരിയായി തന്നെ വന്നിട്ടുമുണ്ട്. എൻ്റെ അമ്മയ്ക്ക് പോലും അങ്ങനെ ചിലപ്പോൾ മനസ്സിലാവില്ല. അമ്മയൊക്കെ കൂട്ടുകൂടുന്ന കുറേ ആൾക്കാർ ചിലപ്പം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അമ്മേ അവർ ശരിയല്ല. പക്ഷെ അമ്മ ഹേയ് അവർ സൂപ്പറാന്ന് പറഞ്ഞിട്ട് അവരോട് പോയി കൂട്ടും. എന്നിട്ട് നല്ല പണി കിട്ടിയിട്ട് വരും. അപ്പം ഞാൻ പറയും, ഞാനത് പണ്ടേ പറഞ്ഞതല്ലേ അമ്മേനോടെന്ന് പറയാൻ എനിക്ക് സാധിക്കാറുണ്ട്. സോ ഞാനത് അങ്ങനെ കുറച്ച് കെയർഫുള്ളായിട്ടാണ് ആൾക്കാരെ മനസ്സിലാക്കിയത്. പക്ഷേ കടയിലൊക്കെ പോയിട്ട് ഇപ്പോൾ അവരെ പെട്ടെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം എനിക്കില്ല. പക്ഷേ ഞാൻ ചെന്ന് പറഞ്ഞായിരുന്നു വീണ്ടും, നിങ്ങൾ ചെയ്തത് ഭയങ്കര മോശമാണ്. എനിക്കെല്ലാം പൊട്ടി പൊട്ടി പോവുമായിരുന്നു. അത് നിങ്ങൾക്കൊരു ചെറിയ കാര്യമായിരിക്കും. പക്ഷേ എനിക്കത് വലിയ കാര്യമാണ്. കാരണം ഓരോന്ന് പൊട്ടുമ്പോഴും എൻ്റെ കൊച്ചിൻ്റെ ഹൃദയം തകർന്നു. അമ്മേ ഇതെന്തിങ്ങനെ പൊട്ടിപ്പോകുന്നത് എന്ന് ചോദിച്ചിട്ട് അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞങ്ങൾ കേക്ക് മേടിച്ചു. സ്ട്രോബെറി കേക്ക്. സാധാരണ എനിക്ക് ഈ സ്ട്രോബെറി ഒട്ടും ഇഷ്ടമില്ലാത്തതാണ്. അപ്പം പക്ഷേ ദേവുവിന് സ്ട്രോബെറി വേണ്ടതുകൊണ്ട് നമ്മൾ സ്ട്രോബെറി മേടിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് തിന്നാൻ പറ്റത്തില്ലല്ലോ നീ ഈ പറഞ്ഞത് മേടിച്ചിട്ടെന്നൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞായിരുന്നു. ബട്ട് അവളുടെ ഇഷ്ടത്തിനും ഞാനത് ഓക്കെ മേടിച്ചു. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ പല ഫ്ലേവറും നമ്മളിവിടെ അവിടെ ബേക്കിങ് ചെയ്തവരുടെ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടത്തും പോയി കഴിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഈ സ്ട്രോബെറി ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഇപ്പം പല ഫ്ലേവേഴ്സും ഉണ്ടല്ലോ, അതിനകത്തൊക്കെ ഒരു ടാങ്കി അല്ലെങ്കിൽ ഒരു ചെറിയ പുളിപ്പ് വരുന്നില്ല. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ചെകിടിക്കും. പക്ഷേ ഈ സ്ട്രോബെറി കേക്ക് ചെറിയൊരു പുളിപ്പ് വരുന്നുണ്ടല്ലോ, സ്ട്രോബെറിയുടെ ഒരു ടാങ്കി ഫ്ലേവർ വരുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റായിരുന്നു. നമുക്കത് എന്താ ചെകിടിച്ച് പോവില്ല എന്ന് നമ്മൾ പറയും.
അങ്ങനെ ഭയങ്കര നല്ല ഒരുപാട് അതെല്ലാം ആ കേക്ക് എല്ലാവരും കഴിച്ചു. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. ഞാനന്ന് അപ്പോൾ ഒരു ഇത്തയാണ് ഇവിടെ വള്ളിത്തോട് തന്നെ ഉള്ള ഒരു ഇത്തയാണ് അത് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ ഇത്തേനെ മെസ്സേജ് അയച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാൻ എല്ലാ വർഷവും അവിടുന്നാണ് മേടിക്കണത്. പല എല്ലാവരുടെയും ബർത്ത്ഡേക്കും വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ അവിടുന്നാണ് മേടിക്കണത്. അപ്പം അന്നേരമൊക്കെ മേടിക്കുന്ന ഫ്ലേവേഴ്സ് വേറെ പല ഫ്ലേവറായിരുന്നു. ഇത് ഫസ്റ്റ് ടൈമാണ് മേടിച്ചത്. അപ്പം ഞാൻ അതിനേക്കാളൊക്കെ കൂടുതൽ ടേസ്റ്റ് ഇതിനായിരുന്നു എന്നും പറഞ്ഞ് താങ്ക്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ചെറിയ ബൊക്കെ ആ ബൊക്കെ ഫ്ലവേഴ്സ് ഏതാണെന്ന് വെച്ചാൽ ദേവുൻ്റെ ഫോട്ടോഷൂട്ടിന് യൂസ് ചെയ്ത ഫ്ലവേഴ്സ് ആയിരുന്നു. അപ്പോൾ അത് വെച്ച് ഞാനിങ്ങനെയൊക്കെ ചെയ്തു. സംഹൗ ഒത്തു ഒത്തു അവൾക്ക് ഹാപ്പിയാണ്. അപ്പം അവളുടെ ഹാപ്പിനെസ് ആണല്ലോ എൻ്റെ ഹാപ്പി. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ ലവ് യു ഓൾ. ഇനിയും ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു. സബ്സ്ക്രൈബ്